ഡിയേഴ്സ്, എൻ്റെ എല്ലാ കുട്ടികൾക്കും ഏകളിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ ശാന്തിനികേതനം എന്ന് പറയുന്ന പാഠത്തിന്റെ ഒരു രത്ന ചുരുക്കം അല്ലെങ്കിൽ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ആശയം നിങ്ങളിലേക്ക് എത്തിക്കാം അല്ലെ. കുറഞ്ഞ സമയം കൊണ്ട് അതിന്റെ മുഴുവൻ ആശയവും അതുപോലെ തന്നെ നിങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രയോഗങ്ങളുമായിരിക്കും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കമൻസുകളൊക്കെ നിങ്ങൾക്ക് പറയാം. ഇനി ഇതുപോലെ ഏതെങ്കിലും പാഠങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ വീഡിയോ ഉപകാരമായെങ്കിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പം എന്താണ് ശാന്തിനികേതനം അല്ലെ? ശാന്തിനികേതനം എന്ന് പറയുന്നത്, അതിനു മുന്നേ നമ്മൾ എസ്.കെ. പൊറ്റക്കാടിനെ ഈ ഒരു പാഠഭാഗം എഴുതിയിട്ടുള്ള എസ്.കെ. പൊറ്റക്കാടിനെ കുറിച്ച് അറിയണം. എസ്.കെ. പൊറ്റക്കാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ചാര സാഹിത്യത്തിന്റെ കുലപതിയാണ്. അദ്ദേഹം ഒരുപാട് സ്ഥലത്ത് യാത്ര നടത്തിയിട്ടുണ്ട്. ഒരു ആഫ്രിക്കൻ യാത്ര, ആഫ്രിക്കയിൽ അദ്ദേഹം യാത്ര നടത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ അല്ലെ, രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച ശാന്തിനികേതനം എന്ന് പറയുന്ന കൊൽക്കത്തയിലെ ഒരു വിദ്യാലയത്തിലേക്ക് അദ്ദേഹം നടത്തിയിട്ടുള്ള യാത്രയെ കുറിച്ചാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. എസ്.കെ. പൊറ്റക്കാടിന്റെ യാത്രാ സ്മരണകൾ എന്ന് പറയുന്ന സമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ശാന്തിനികേതനം. അപ്പൊ ശാന്തിനികേതനം എന്ന് പറയുന്നത് ആരാണ് സ്ഥാപിച്ചത്? രവീന്ദ്രനാഥ് ടാഗോർ ആണ്. അവിടേക്ക് ആര്? എസ്.കെ. പൊറ്റക്കാട് നടത്തുന്ന യാത്രയാണ് ഈ ഒരു പാഠഭാഗം. ഈ ശാന്തിനികേതനം എന്ന് പറയുന്നത് 1901 5 കുട്ടികളുമായിട്ട് രവീന്ദ്രനാഥ് ടാഗോർ തുടങ്ങിയിട്ടുള്ള ഒരു വിദ്യാലയമായിരുന്നു. അപ്പോൾ അവിടെ നിന്നും 1921-22 ആയപ്പോഴേക്കും അത് വിശ്വഭാരതി എന്ന് പറയുന്ന സർവകലാശാലയായി, യൂണിവേഴ്സിറ്റി ആയിട്ട് അത് മാറി അല്ലെ. പിന്നീട് ഒരുപാട് കുട്ടികൾ അടങ്ങുന്ന ഒരു വലിയൊരു യൂണിവേഴ്സിറ്റി ആയിട്ട് അത് മാറി. അവിടേക്കാണ് നമ്മുടെ എസ്.കെ. പൊറ്റക്കാട് യാത്ര ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു വിദ്യാലയത്തിന് ഇത്രയേറെ പ്രത്യേകത? അതെ, അത് ഇന്നും എന്താണ്, അവിടെ ഒന്നും പരിഷ്കാരത്തിൻ്റെതായിട്ടുള്ള ആ ശാന്തിനികേതനം എന്ന് പറയുന്ന വിദ്യാലയം ഉണ്ടായ സമയത്ത് എന്താണ് പ്രത്യേകിച്ച് അവിടെ ആ ഒരു കൊൽക്കത്തയുടെ ഒരു പരിഷ്കാരമോ ഒന്നും തട്ടിയിട്ടില്ലാത്ത, സത്യത്തിൽ എന്താണ് ഒരു ആശ്രമത്തിൻ്റെ, ഒരു പുണ്യാശ്രമത്തിൻ്റെ അതേ ഒരു എന്താ പറയുക പശ്ചാത്തലം ഉള്ള ഒരു വിദ്യാലയമായിരുന്നു. കുട്ടികളൊക്കെ എങ്ങനെയാണ് അതെ, കാളവണ്ടിയുടെ ചക്രം, നിരത്തുകളൊന്നും ടാർ ചെയ്തിട്ടില്ല. അത്തരത്തിൽ അല്ലെ ഈ അതിർത്തികൾ അല്ലെങ്കിൽ വിദ്യാലയത്തിൻ്റെ പറമ്പോ അല്ലെങ്കിൽ ചുറ്റോ ഒന്നും മതിലുകൾ കെട്ടിയിരുന്നില്ല, ഒരു ബോർഡോ ഒന്നും വെച്ചിരുന്നില്ല. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിദ്യാലയം ആയതുകൊണ്ട് തന്നെയാണ് ഇത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വിദ്യാലയം കാണണം എന്നുള്ള ആഗ്രഹവുമായി എസ്.കെ. പൊറ്റക്കാട് എവിടേക്ക് പോകുന്നത്? അതെ, കൊൽക്കത്തയിലെ ബോൾപൂർ നഗരത്തിൽ നിന്നും 3 കിലോമീറ്റർ 160 കിലോമീറ്റർ മാറിയിട്ടുള്ള നമ്മുടെ ശാന്തിനികേതനത്തിലേക്ക് റെയിൽവേയിൽ അല്ലെ, ട്രെയിൻ മുഖേന എന്താണ് ആ ഒരു ശാന്തിനികേതനത്തിലേക്ക് അദ്ദേഹം യാത്ര നടത്തുന്നത്. ഇതാണ് നമ്മുടെ പാഠഭാഗം. അപ്പം നമ്മുടെ എസ്.കെ. പൊറ്റക്കാടിൻ്റെ കൂടെ നമുക്കും യാത്ര പോകാം. എവിടേക്ക്? ശാന്തിനികേതനത്തിലേക്ക്. അപ്പൊ ശാന്തിനികേതനം എന്ന് പറയുന്ന സ്ഥലത്ത് എവിടെയാണിത്? കൊൽക്കത്തയിലാണ്. നമ്മുടെ കൊൽക്കത്തയിലെ ബോൾപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് റെയിൽവേ സ്റ്റേഷനിൽ ആര് ഇറങ്ങുകയാണ്? എസ്.കെ. പൊറ്റക്കാട് ഇറങ്ങുകയാണ്. ആദ്യ ഭാഗം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അവിടെ ഇറങ്ങി ഒരു അങ്ങാടി കടന്നതിനു ശേഷം അദ്ദേഹം എന്താണ് പരിഷ്കാരത്തിന്റെ ഒന്നും തട്ടാത്ത ഒരു ഉൾഗ്രാമൻ അല്ലെ, എന്താ പറയുക, ഒരു കുഗ്രാമത്തിലേക്ക് തന്നെയാണ് ആര് പോകുന്നത്? നമ്മുടെ എസ്.കെ. പൊറ്റക്കാട് പോകുന്നത്. ആ അങ്ങാടി കഴിഞ്ഞാൽ നീണ്ടു നിവർന്ന ഒരു പാതയുണ്ട് അല്ലെ, വളഞ്ഞു പുളഞ്ഞിട്ടുള്ള ഒരു മൺപാത, ചേടിമണ്ണ് എന്നാ പറയുന്നത് അല്ലെ, കളിമണ്ണ്, ചളിമണ്ണ് കൊണ്ടുള്ള ഒരു നീണ്ട മൺപാത. അവിടെ ടാറിട്ടിട്ടില്ല അല്ലെ, എന്താണ് നിരത്തുകൾ കല്ലിട്ടിട്ടോ ഒന്നും വൃത്തിയാക്കിയിട്ടില്ല. ആ ചളിമണ്ണ്, അതിലൂടെ എന്താണ് കാളവണ്ടിയുടെ ചക്രത്തിന്റെ പാടുകളുണ്ട്. ആ ഒരു എന്താ ജരാനര ബാധിച്ച പടുകിഴവൻ പാത എന്നാ പറയുന്നത്. അത്രത്തോളം പ്രായം ചെന്നിട്ടുള്ള ഒരു പരിഷ്കാരത്തിന്റെ ഒന്നും തട്ടാത്ത ആ പാതയുടെ ഇരുവശവുമായി എന്തുണ്ട്? അത് നെൽപ്പാടങ്ങൾ, കണ്ണെത്താ ദൂരത്തോളം നെൽപ്പാടങ്ങളും അതുപോലെ തന്നെ അവിടെ എന്താണ് കർഷകരുടെ കുടിലുകൾ അല്ലെ, കറുത്ത പൊട്ടുകൾ പോലെ ചെറിയ ചെറിയ കർഷക കുടിലുകളും എന്താണ് ഈ അല്ലെ നെൽപ്പാടങ്ങളുടെ നടുക്കായിട്ട് കാണാൻ സാധിക്കും. അതിലൂടെയാണ് നമ്മുടെ എസ്.കെ. പൊറ്റക്കാട് എവിടേക്ക് പോകുന്നത്? ശാന്തിനികേതനം എന്ന വിദ്യാലയത്തിലേക്ക് പോകുന്നത്. ഇതാണ് ആദ്യ ഭാഗത്ത്. അങ്ങനെ നെൽപ്പാടങ്ങളിലൂടെ ഈ പാത പറയുന്ന സമയത്ത് നമ്മുടെ എസ്.കെ. പൊറ്റക്കാട് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ കഥകളിലേക്ക്, പുസ്തകങ്ങളിലേക്ക് പോവുകയാണ്. ആ
പുസ്തകങ്ങളിൽ പറഞ്ഞ അതേ നെൽപ്പാടങ്ങളും പാതയും ഒക്കെ എന്താണ് മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഇത് ഒരു പെട്ടെന്ന് കാണുകയാണ്, ആദ്യമായിട്ട് കാണുകയാണ് എന്ന തോന്നലൊന്നും എസ് കെ പൊറ്റക്കാടിന് വന്നില്ല. അദ്ദേഹം പിന്നീട് എന്താണ് അവിടെയുള്ള ഓരോ സാധനങ്ങൾ കാണുന്നേരം, ഓരോ സ്ഥലങ്ങൾ കാണുന്ന സമയത്തും, പ്രകൃതിയുടെ ഓരോ അനുഭവങ്ങൾ അല്ലെങ്കിൽ എന്താണ് പ്രകൃതിയിലെ ഓരോ കാര്യങ്ങൾ കാണുന്ന സമയത്തും അദ്ദേഹം കേരളത്തെ എന്താണ് ഓർമ്മിക്കുകയല്ല, അനുഭവിക്കുകയാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. കേരളത്തിൽ നിന്നുള്ള പല കാര്യങ്ങളും എവിടെ ഉണ്ടായിരുന്നു? ഈ ഒരു കൽക്കത്തയുടെ ഈ ഒരു ഉൾഗ്രാമം പ്രദേശത്ത് ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? അതാണ് നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. അവിടെ തെങ്ങുകളുടെ തിങ്ങി നിറഞ്ഞ തെങ്ങിൻ തോപ്പുകളൊന്നുമില്ലെങ്കിലും അവിടെ അവിടെയായിട്ട് തെങ്ങുകൾ ഉണ്ടായിരുന്നു, വാഴത്തോട്ടങ്ങൾ ഉണ്ടായിരുന്നു, പച്ചക്കറി വളപ്പുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റെന്തുണ്ടായിരുന്നു? അതെ, ഈ അമ്പലങ്ങൾ, ആൽത്തറകൾ, അല്ലെ അതുപോലെ തന്നെ അമ്പലക്കുളങ്ങൾ, ഇതൊക്കെ എവിടെ ഉണ്ടായിരുന്നു? ഈ ഒരു ഉൾനാടൻ പ്രദേശത്തുണ്ടായിരുന്നു. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് ഇത് കേരളമാണ് എന്ന് ഓർക്കുകയല്ല, ഇത് കേരളം തന്നെയാണ് എന്ന് വിചാരിച്ച് അത് അനുഭവിക്കുകയാണ് ഞാൻ ചെയ്തത് എന്നാണ് എസ് കെ പൊറ്റക്കാട് പറയുന്നത്. അങ്ങനെ വീണ്ടും എന്താണ് എസ് കെ പൊറ്റക്കാട് അതുപോലെ തന്നെ മുളകൾ ചിതറി നിൽക്കുന്ന മതിലുകളും നമ്മുടെ കേരളത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണോ എന്ന് തോന്നുന്ന കുടിലുകൾ, കർഷകരുടെ കുടിലുകൾ. കാരണം എന്താ, ഈ ഓലമേഞ്ഞ കുടിലുകൾ എന്ന് പറയുന്ന ഈ ഒരു ചിന്താഗതി എവിടെ മാത്രമേ ഉള്ളൂ? കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അതും ഇവിടെ കണ്ടപ്പോൾ കേരളത്തിൽ നിന്നും ഇറക്കുമതി ചെയ്ത കുടിലുകളാണോ എന്ന് എസ് കെ പൊറ്റക്കാടിന് തോന്നിപ്പോകുന്നു. അതാണ് പിന്നീട് വരുന്ന ഭാഗത്ത് പറയുന്നത്. അങ്ങനെ നമ്മുടെ എസ് കെ പൊറ്റക്കാട് ഈ നടപ്പാതയിലൂടെ യാത്ര ചെയ്ത് പിന്നീട് വഴി കാണാത്ത ഒരു പ്രദേശത്ത് ചെന്നെത്തുകയാണ്. ചിത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, എസ് കെ പൊറ്റക്കാടാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ രവീന്ദ്രനാഥ് ടാഗോർ ആണ്. അങ്ങനെ എന്താണ് എസ് കെ പൊറ്റക്കാട് എവിടെ എത്തി? അതെ, കുറേ മരങ്ങളും അതുപോലെ തന്നെ എന്താണ് ചെറിയ കുടിലുകൾ കാണുന്ന ഒരു പ്രദേശത്ത് എത്തിച്ചേർന്നു അവസാനം. പിന്നീട് അങ്ങോട്ട് ആർക്ക് വഴി കാണുന്നില്ല? നമ്മുടെ എസ് കെ പൊറ്റക്കാടിന് പിന്നീട് അങ്ങോട്ട് വഴി കാണുന്നില്ല. അപ്പോൾ അദ്ദേഹം സംശയിച്ച് നിൽക്കുന്ന സമയത്ത് അവിടെ കണ്ട ഒരു ബംഗാളിയുടെ അടുത്ത് അദ്ദേഹം ചോദിക്കുകയാണ്, എവിടെയാണ് ശാന്തിനികേതനം? അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള അഡ്രസ്സ് വെച്ചിട്ട്, വിലാസം വെച്ചിട്ട് അദ്ദേഹം എത്തിച്ചേർന്നത് ഇവിടെയാണ്. പിന്നീട് അങ്ങോട്ട് വഴി ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം ചോദിക്കുകയാണ് മറ്റൊരാളുടെ അടുത്ത്, എവിടെയാണ് ശാന്തിനികേതനത്തിലേക്കുള്ള വഴി എങ്ങോട്ടാണ്? അപ്പോൾ അദ്ദേഹം ആദ്യം ഒന്ന് വിചാരിച്ചു, ഇങ്ങനെ എന്നെ കളിപ്പിക്കുകയാണോ? പിന്നീട് മനസ്സിലായി ഈ ഒരു ബംഗാളിക്ക് അദ്ദേഹത്തിന് അറിവില്ലായ്മ കൊണ്ട് ചോദിക്കുകയാണെന്ന്. അപ്പോൾ എസ് കെ പൊറ്റക്കാടിന് എന്താണ് 4 ചുറ്റുപാടും കാണിച്ചു കൊടുത്തിട്ട്, ഈ ഒരു പ്രദേശം കാണിച്ചു കൊടുത്തിട്ട് എന്ത് പറഞ്ഞു? ഇത് തന്നെയാണ് നിങ്ങൾ അന്വേഷിക്കുന്ന ആ ഒരു വിശ്വവിഖ്യാതമായിട്ടുള്ള വിദ്യാലയം, ശാന്തിനികേതനം എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഈ ഓരോ കുടിലുകളും എന്താണ്? ഓരോ കലാഭവനങ്ങളാണ്. ചിത്രകല പഠിപ്പിക്കുന്നുണ്ട്, ചിലയിടത്ത് എന്താണ് നൃത്തം പഠിപ്പിക്കുന്നുണ്ട്, ചില ഭവനത്തിൽ ചില വീട്ടിൽ എന്ത് പഠിപ്പിക്കുന്നുണ്ട്? അതെ, ഈ പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ഭവനങ്ങളും ഓരോ കൈത്തൊഴിലുകളാണ്. കുട്ടികൾക്ക് ഓരോ അവരുടെ സർഗാത്മകത വികസിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഓരോ ഭവനത്തിലും ചെയ്യുന്നത്. അവർക്ക് പഠനത്തിന് വേണ്ട ഓരോ സാമഗ്രികളും എവിടെയുണ്ട്? ആ വിദ്യാലയങ്ങളിൽ തന്നെ. ഈ ഓരോ ഭവനത്തിലും കാണാം. ഈ ഭവനങ്ങൾ എങ്ങനെയാണ് നിർമ്മിച്ചത്? കറുത്ത ചുമരുകളാണ്, അതുപോലെ തന്നെ ഓല കൊണ്ട് നിർമ്മിച്ചതാണ്. അതിൽ ആദ്യം പറയുന്ന ഭവനം ഏതാണ്? കലാഭവനമാണ്. അവിടെ കുട്ടികൾക്ക് ചിത്രം വരയ്ക്കാനുള്ള സാമഗ്രികളും ഇരിപ്പിടങ്ങളും ഒക്കെ അവിടെയുണ്ട്. ആ ഒരു കലാഭവനത്തിൽ എന്തുണ്ടായിരുന്നു? രവീന്ദ്രനാഥ് ടാഗോറിന്റെ എഴുത്തുകൾ, കയ്യക്ഷരങ്ങൾ, ചിത്രങ്ങൾ, ഇതൊക്കെ അവിടെ തൂക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകമായിട്ടുള്ള കലാപ്രദർശന മുറിയും ആ ഒരു ഗൃഹത്തിനകത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ ഗൃഹത്തെക്കുറിച്ചും പറയുന്നതോടൊപ്പം തന്നെ ഇന്ന് അതെന്തായിട്ട് മാറിയിട്ടുണ്ട്? വിശ്വഭാരതി എന്ന് പറയുന്ന സർവകലാശാലയായിട്ട് ഈ ശാന്തിനികേതനം എന്ന് പറയുന്ന ആ 5 കുട്ടികളുമായിട്ട് തുടങ്ങിയ വിദ്യാലയം ഇന്ന് എന്താണ്? ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന വിശ്വഭാരതി എന്ന് പറയുന്ന സർവകലാശാലയായിട്ട് മാറിയിട്ടുണ്ട് എന്നാണ് അവസാന ഭാഗത്തിലേക്ക് പറയുന്നത്. ആ സർവകലാശാല എന്താണ്? ആ ഒരു സർവകലാശാലയിൽ ഇന്ന് അവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാരുടെ കുട്ടികളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടാണ് ഈ ഒരു ഭാഗം നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈ ഒരു യാത്ര വിവരണം അവസാനിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ശാന്തിനികേതനം എന്ന് പറയുന്ന ഈ ഒരു കൃതി. അവസാന ഭാഗത്ത് വിശ്വഭാരതിയുടെ ഈ ഒരു സർവകലാശാലയുടെ ഉദ്ദേശം എന്താണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടാണ് ഈ ഒരു ഭാഗം അവസാനിക്കുന്നത്. അപ്പം ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇതാണ് കഥ. നിങ്ങൾ വലിയ മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഒരുപാട് കുട്ടികൾ പറയുന്നുണ്ട്. അത്തരത്തിൽ സംശയിക്കാൻ ഒന്നുമില്ല. നല്ല ഒരു മനോഹരമായൊരു യാത്രാ വിവരണമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അതിൻ്റെ കൂടെ മക്കൾ
എന്താ പറയുക, എന്താണ് സർവകലാശാല എന്ന്, ഈ ഒരു ശാന്തിനികേതനം എന്താണ് എന്ന് അറിയേണ്ടവർക്ക് എഴുതി വെക്കാം. ഇതെന്താണ്, രാജ്യത്തെ മറ്റ് സർവകലാശാലകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ശാന്തിനികേതൻ ഇപ്പോഴും വ്യത്യസ്തമാണ്. പശ്ചിമ ബംഗാളിലെ എവിടെയാണ്, ബിർഭം ജില്ലയിലെ ബോൽപൂരിൽ സ്ഥിതി ചെയ്യുന്ന ഈ സർവകലാശാലയിൽ ടാഗോർ സ്വപ്നം കണ്ട ഗ്രാമീണ വശങ്ങൾ ഇപ്പോഴുമുണ്ട്. അതിപ്പോഴും അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ക്ലാസുകൾ ഇപ്പോഴും നടക്കുന്നത് കൂറ്റൻ മാവിൻ്റെ തണലിന് കീഴെ തുറന്നു കിടക്കുന്ന സ്ഥലത്താണ്. മലിനീകരണം തടയാൻ വേണ്ടിയിട്ട് കുട്ടികളും അധ്യാപകരും എങ്ങനെയാണ് വരുന്നത്? അതെ, ഒരുപോലെ സൈക്കിളിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ശാന്തിനികേതനം. നിങ്ങളെ മനസ്സിൽ ഉണ്ടാകണം ഈ ഒരു ചിത്രം. ഇനി അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ഭാഗത്ത് അദ്ദേഹം പങ്കുവെക്കുന്നത്, ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് മക്കൾക്ക് നോട്ടിൽ എഴുതി വെക്കാം. ബോൾപൂർ സ്റ്റേഷനിൽ എന്താണ്, തീവണ്ടി ഇറങ്ങിയ പൊറ്റക്കാടിനെ വരവേറ്റത് പരിഷ്കാരമേൽക്കാത്ത ഒരു ഉൾഗ്രാമമാണ്. നഗരത്തിന്റെ തിരക്കും ശബ്ദ കോലാഹലങ്ങളും ഒന്നുമില്ലാതെ ലളിതവും ശാന്തവുമായ ഒരു ഗ്രാമം. കേരളത്തിന്റെ ഭൂപ്രകൃതിയുമായി ഏറെ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ബംഗാളിൻ്റെയും എന്നാണ് അദ്ദേഹം അവിടെ പറയുന്നത്. അത് ശരിവെക്കുന്ന രീതിയിലുള്ള അനുഭവം തന്നെയാണ് എസ്.കെ. പൊറ്റക്കാടും ശാന്തിനികേതനം എന്ന് പറയുന്ന യാത്രാ വിവരണത്തിൽ പങ്കുവെക്കുന്നത്. ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ മക്കൾ എഴുതി വെച്ചോളണേ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പാഠഭാഗത്ത് നിന്നുള്ള എന്താ പറയുക, ഓരോ വാക്കിൻ്റെയും അർത്ഥം മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇക്കോളജി എന്ന് വെച്ചാൽ പരിസ്ഥിതി വിജ്ഞാനം, സോഷ്യോളജി എന്ന് വെച്ചാൽ സാമൂഹ്യ ശാസ്ത്രം, ഗരഗരാരം എന്ന് വെച്ചാൽ പരുത്ത ശബ്ദം, അല്ലെ പരിപരുത്തിട്ടുള്ള അത്രത്തോളം എന്താണ് നമുക്ക് കേട്ടാൽ അരോചകമാകുന്ന ശബ്ദം, നിർവൃതി എന്ന് വെച്ചാൽ ആനന്ദം, വിശ്വവിഖ്യാതം എന്ന് വെച്ചാൽ മുഴുവനും അല്ലെ വിശ്വം മുഴുവൻ ലോകം മുഴുവൻ പ്രസിദ്ധമായത്, ചേടിമണ്ണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കളിമണ്ണ് എന്നാണ്, താലവൃക്ഷം ഒറ്റത്തടി എന്നാണ്, അജ്ഞത അറിവില്ലായ്മ എന്നാണ്, വർത്തിച്ചിരിക്കുന്ന സ്ഥിതി ചെയ്തിരിക്കുന്ന, നാമധേയം പേര് എന്നാണ്, ബൃഹത് ലിപി എന്ന് വെച്ചാൽ വലിയ ലിപി എന്നാണ്, പ്രാചീനം പുരാതനമായത് എന്നാണ്, അർവാചീനം നവീനമായത് എന്നാണ്, കൂലങ്കഷമായിട്ടുള്ള എന്ന് വെച്ചാൽ എന്താണ്, പൂർണ്ണമായ സമഗ്രമായ എന്നാണ് അർത്ഥം. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ചു വെക്കേണ്ട 1-2 പ്രയോഗങ്ങളുണ്ട്. ഒഴിഞ്ഞ പാടങ്ങളിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ചെറിയ നിരത്ത്, അതായത് പാമ്പുകളുടെ ആ ഒരു ഇവിടെ ശരിക്കും എന്താണ്, ഇഴഞ്ഞു നീങ്ങുക എന്ന് വെച്ചാൽ പാമ്പുകളാണ് ഇഴഞ്ഞു നീങ്ങുക. അപ്പൊ പാമ്പുകളുടെ ആ ഒരു വളവ് പോലെയാണ് ആ ഒരു പാതയുടെ വളവ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒഴിഞ്ഞ പാടങ്ങളിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ചെറിയ നിരത്ത് എന്ന് പറയുന്നത്. അതായത് ഉൾഗ്രാമൻ പാടങ്ങൾ ആളനക്കമില്ല എന്നും അത് ഒഴിഞ്ഞു കിടക്കുന്നവയാണ് എന്നും പറയുന്നു. അതോടൊപ്പം തന്നെ അതിലൂടെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന ചെറിയ പാത കാണുമ്പോൾ പാമ്പുകൾ ഇഴഞ്ഞു പോകുന്നത് പോലെ അനുഭവപ്പെടുന്നു എന്നുമാണ് അർത്ഥം. പിന്നെ അടുത്തത് നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ടത് കറുത്ത പുള്ളികൾ പോലെ തോന്നുന്ന പുൽമാടങ്ങൾ. എന്തുകൊണ്ടാണ് കറുത്ത പുള്ളികൾ പോലെ തോന്നുന്ന പുൽമാടങ്ങൾ എന്ന് പറയുന്നത്? കാരണം വയലുകൾ അത്രത്തോളം വിശാലമാണെന്നും അതിൻ്റെ നടുവിൽ എന്താണ് ഈ പുൽക്കുടിലുകൾ എന്താണ് ചെറുതാണെന്നും കാണിക്കാൻ വേണ്ടിയിട്ടാണ് കറുത്ത പുള്ളികൾ പോലെ തോന്നുന്ന പുൽമാടങ്ങൾ എവിടെയുണ്ട്, നെൽപ്പാടങ്ങൾക്ക് നടുക്കായിട്ട് ഉണ്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ജരാനര ബാധിച്ച പടുകിഴവൻ പാത, അത്രത്തോളം പഴക്കം ചെന്ന പാതയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ജരാനര ബാധിച്ച പടുകിഴവൻ പാത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള വാഗ്മയ ചിത്രങ്ങൾ എന്താണ് ഈ ഒരു ഭാഗത്ത് കാണാം. അപ്പൊ ആ വാക്യത്തിന്റെ അർത്ഥം കൂടെ നിങ്ങൾ ഇതിന്റെ കൂട്ടത്തിൽ എഴുതി വെക്കുക. അപ്പം എന്താണ് ശാന്തിനികേതനം എന്ന് പറയുന്ന പാഠഭാഗം എന്ന് മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇനിയും പാഠഭാഗത്തിൽ നിങ്ങൾക്ക് കൂടുതൽ അറിയേണ്ട കാര്യങ്ങളുമായിട്ട് മിസ് വീണ്ടും വരുന്നതാണ്. അതുവരെ ബൈ.